ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യം എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് പരിചയമൊന്നുമില്ല ഗൈസ്. അപ്പം എൻ്റെ പേര് ശ്രീലക്ഷ്മി. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ ഉദയപുരം കോടോത്ത് ആണ് കേട്ടോ. കാഞ്ഞങ്ങാട് കൂടിയിട്ടും വരാം. കാഞ്ഞങ്ങാട് കൂടിയിട്ട് വരുന്നതാണ് അടുത്ത്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. കുറേ ഷോർട്സ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല, തുടങ്ങിയതേ ഉള്ളൂ ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് ഭയങ്കര നാണാണ് ഗൈസ്. എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് ശീലമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര അഡിക്റ്റാണ് റീൽസിനും അതും വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടത്. അപ്പം പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എളമര വീട്ടിലാണ് ഉള്ളത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കുറേ ദൂരമുണ്ട്. ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പം. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ തൊട്ട്. ഹായ് പറ. ഹായ്. അപ്പം ഞാൻ എൻ്റെ എളമര വീട്ടിലാണെന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എളമര ചെറിയ മോളാണ്. വലിയ മോള് +2 അവൾ പഠിക്കാനിരിക്കുന്നുണ്ട് പുറത്ത് ഗൈസ്. അവളെ എന്നെ അറിയുന്നവർക്ക് എന്തായാലും ഓളെ അറിയാം, ഇവളെ അറിയാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എളമര വീട്ടിലല്ലേ അല്ലേ? അതെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് ക്ലാസ് ഉണ്ട് ഇപ്പം. പക്ഷേ എനിക്ക് വയ്യായ്ക ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എനിക്ക് വയ്യായ്കയായിട്ട്. അപ്പം ഇപ്പം അങ്ങനെ മാറി വരുന്നു. പക്ഷേ എനിക്ക് ആനുള്ള കുട്ടീൻ്റെ ഒരു ചെറിയ പെയിൻ എനിക്ക് കയ്യിലുണ്ട്, വേദനയുണ്ട്. പിന്നെ എനിക്ക് UTI ഉണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ബോട്ടിൽ എൻ്റെ കൂടെ ഉണ്ടാവും. അല്ല തൊട്ടു, അവളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് തൊട്ടു എന്നാണ് കേട്ടോ. നീ എത്രാം ക്ലാസ് പഠിക്കുന്നത്? 6th സ്റ്റാൻഡേർഡ്. 6ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. കാരണം ഞാനിങ്ങനെ നോർമലായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഒരു ലോങ് വീഡിയോനെ പറ്റിയിട്ട് യൂട്യൂബിലിടേണ്ട യാതൊരു ഐഡിയ പോലും ഇല്ല. ഇങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ ഒരു ഐഡിയ എനിക്കില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇത് ഇടുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറയാൻ അമ്മ, അച്ഛൻ, ഞാനും ആണുള്ളത്. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞ് ചേച്ചി പോയി. അങ്ങനെയാണ് ഗൈസ്. ഞങ്ങൾ 2 മക്കളാണ്. ഇനി ദളമര മക്കൾ. ഇങ്ങനെയാണ് ഗൈസ്. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനില്ലേ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്നത് മംഗലാപുരത്താണ്, ശ്രീനിവാസ കോളേജിലെ നഴ്സിംഗാണ്. ഫൈനൽ ഇയറാണ്. GNM ആണ് ഞാൻ എടുത്തത്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു യാതൊരു ഐഡിയ എനിക്കില്ല ഗൈസ്. പോസ്റ്റ് BSc എടുക്കണമെന്നുണ്ട് ഗൈസ്. അപ്പം ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഇല്ല. തുടങ്ങിയിട്ട് ഒരു 1 month ആയിട്ടുണ്ടാവും അല്ലേ? 1 month ആയിട്ടില്ല. 1 month അല്ല, 1 month ആയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല, ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അതും പകുതി എൻ്റെ റീൽസാണ്. പിന്നെ കുറച്ച് ഞാൻ എൻ്റേതായ രീതിയിൽ സൗണ്ടൊക്കെ വെച്ചിട്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു, അതൊക്കെ അങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഇത് പിച്ച വെച്ച് പോകേണ്ട കാലയ്ക്കുമ്പോഴാണ് എനിക്ക് മടിയാവുന്നത്. അല്ല കിട്ടൂ. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നൊന്നുമില്ല. എനിക്ക് ഇന്നായിരുന്നു പോകേണ്ടത്, പക്ഷെ ഞാനിന്ന് പോയില്ല. എനിക്ക് UTI ആയതുകൊണ്ട് എനിക്കിന്ന് പോകാൻ പറ്റിയില്ല. ഇത് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും എല്ലാം എടുത്തു. വെറുതെ ഇരിക്കുന്നതല്ലേ, പിന്നെ കുറേ വെള്ളം കുടിക്കുന്നതല്ലേ. ഈ കുപ്പിയിൽ വെള്ളം തീർന്നിട്ടാകുമ്പോൾ ആദ്യം വെള്ളം നിറച്ചുകൊണ്ട് എനിക്ക് ഇതിനെയാണ് പണി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും ഗൈസ്. ഞാനായിട്ട് വെയിറ്റ് വെക്കുന്നതാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഞാൻ എന്നെ ശ്രദ്ധിക്കാറേ ഇല്ല. അങ്ങനെയാണ് എനിക്ക് കുറച്ച് ഒരുങ്ങിയിട്ട് പോവുക, ക്ലാസ്സിലിരിക്കുക, കുറച്ച് കുശുമ്പും ഉണ്ടെങ്കിൽ പറയാം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് കുറേ ഫോൺ നോക്കാം, TV പിന്നെ ഞാൻ നോക്കലേ ഇല്ല. ഭയങ്കര ഫോണിന് അഡിക്റ്റ് ആണല്ലോ ഇത്.
ഭയങ്കര ഫോൺ അടിക്കല്ലേ ഞാൻ. ടിവിയിലെ ബിഗ് ബോസ്. ടിവിയിലെ ബിഗ് ബോസ്, ഫോണിലെയും ബിഗ് ബോസ്, പിന്നെ യൂട്യൂബ് ചാനൽ നോക്കും. യൂട്യൂബിൽ കുറേ ഷോർട്സ് ഉണ്ടാവും, അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് റീൽസ് നോക്കാം, സ്വന്തം റീൽസ്, സ്വന്തം ഹൈലൈറ്റ്സ് നോക്കാം. വേറെ ആർക്കും ഞാൻ നോക്കില്ല, സ്വന്തമായിട്ട് എൻ്റെ എല്ലാം സ്വന്തമായിട്ട് നോക്കുക, സ്വന്തമായിട്ട് ചിരിക്കുക, സ്വന്തമായിട്ട് കമൻറ്റ് വായിക്കുക. ഇതൊരു 100 വട്ടം ചെയ്താൽ എനിക്ക് മതിയാവില്ല. അങ്ങനെയാണ് ഞാൻ ഗൈസ്. നിങ്ങളെങ്ങനെയാണെന്ന് പറയും. പിന്നെ എന്തെന്ന് വെച്ചാൽ എന്തോ പറയാൻ വന്നു, എനിക്ക് മറന്നു. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും എല്ലാവരോടും, ഭയങ്കര സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മിണ്ടാത്തവരോട് ഞാൻ മൈൻഡാക്കാറേ ഇല്ല. എനിക്ക് എൻ്റെതായ സർക്കിളിൽ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവരോടൊക്കെ ഭയങ്കര സംസാരിക്കുന്നത്. അല്ലാത്തവരോടൊന്നും ഞാൻ പിന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് മഴ പെയ്യുന്ന ഒച്ച കേൾക്കാം അല്ലേ? ചെറുതായിട്ട് മഴ പെയ്തു, അതിൻ്റെ മറ്റേ ഓലേൻ്റെ മുകളിൽ നിന്നും വല്ല പ്ലാവിൻ്റെ മരത്തിൻ്റെ വീട്ടിൽ വെള്ളം ഊറ്റുന്നതാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഷീറ്റിലെ. അപ്പം അങ്ങനെയാണ്. ഞാനുള്ള ഇളയമര വീട് എവിടെയാണെന്ന് വെച്ചാൽ ബന്ധടിക്ക മാടിമൂല, അങ്ങോട്ടാണ് ഗൈസ്. മുട്ട അങ്ങനെയാണ് ഗൈസ്. പിന്നെന്ത് പറയാനുള്ളത്? നമുക്ക് അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ പോലെ പറയാൻ എനിക്കറിയില്ല ഗൈസ്. ഞാനിങ്ങനെ നോർമലി ടോക്കാക്കുന്നത്. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കുറേ കുൽസിത വീഡിയോസിലൊക്കെയാണ് തന്നെ എൻ്റെ ട്രോളാൻ പറയാനും വേണ്ട, ഞാനെന്നെ മതി അത് കിട്ടി. അതാണ് ഞാൻ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഗൈസ്. ഞാൻ ഇത്ര ഷോർട്ടാക്കി ഇടുന്നു. ഷോർട്ടല്ല, ഇതൊരു ലോങ് വീഡിയോ തന്നെ ആയിരുന്നു. കാരണം 1 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടാവും അല്ലേ? മാക്സിമം ഓടിയ 2 മിനിറ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഫോണിന് ക്ലാരിറ്റി കുറവാണ്, മഴയാണ്, ഭയങ്കര ഇരുട്ടാണ്, ജനലിൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. അത്രയുള്ള ഗൈസ്. ബൈ പറ. ഇനി അടുത്ത ലോങ് വീഡിയോ കാണുന്നത് വരേക്കും ബൈ.